നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അൺബോക്സിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. എല്ലാ ആളുകൾക്കും പ്രയോജനപ്പെടുന്ന ഒരു ടൂളാണത്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് എല്ലാം തന്നെ നമ്മുടെ പഴയ ഹാർഡ് ഡ്രൈവിൽ നിന്നും പലരും പുതിയ ഡ്രൈവിലേക്ക് അപ്ഡേറ്റ് ആയിട്ടിരിക്കുന്ന സമയമാണ്. അതായത് എച്ച് ഡി ഡിയിൽ നിന്ന് നമ്മൾ SSDയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പഴയ നമ്മുടെ ഹാർഡ് ഡിസ്ക് പലരുടെയും കയ്യിലിരിക്കുന്നുണ്ട്. അപ്പോൾ പലരും നമ്മളോട് ചോദിച്ചു, ഈ ഹാർഡ് ഡിസ്കിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന് ചോദിച്ചതിനൊരു വീഡിയോയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ കയ്യിൽ ഇൻറ്റേർണൽ ഹാർഡ് ഡിസ്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡിവൈസാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് പീബോക്സിൻ്റെ ഒരു HDD ഹബ്ബാണിത്. ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക, മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യും. അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾ കണ്ടിട്ടില്ല, ഇത് ആദ്യമായിട്ട് അറിയുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വിശദമായി കണ്ടിട്ട് നിങ്ങൾക്കിത് വാങ്ങിക്കുകയാണെങ്കിൽ മിക്കവാറും നിങ്ങൾക്കിത് ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് പഴുതിരിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഇൻസേർട്ട് ചെയ്ത് നിങ്ങളുടെ ഫയലുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ 3.5-ൻ്റെയും 2.5-ൻ്റെയും ഇൻറ്റേർണൽ ഹാർഡ് ഡിസ്ക് ഉണ്ട്. ഞാൻ ആദ്യം 3.5-ൻ്റെ ഹാർഡ് ഡിസ്ക്കാണ് ഈ ഹബിനകത്ത് ഇൻസർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പൈബോക്സിൻ്റെ ഈ ഹബിൽ നമുക്ക് 3.5-ന് സ്ലോട്ട് ഉണ്ട്, അതുപോലെ തന്നെ 2.5-ന് സ്ലോട്ട് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒരേ സമയത്ത് തന്നെ ഈ സ്ലോട്ടുകളിൽ രണ്ടും ഇൻസർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഇൻസർട്ട് ചെയ്യാൻ പോകുന്നത് സ്ലോട്ട് 1-ൽ 3.5-ൻ്റെ ഹാർഡ് ഡിസ്ക്കാണ്. ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന PC-യിൽ ഉള്ള ഒരു ഹാർഡ് ഡിസ്ക്കാണിത്. ഇതിനകത്ത് ധാരാളം ഡേറ്റ എനിക്ക് കോപ്പി ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഫസ്റ്റ് സ്ലോട്ടിൽ ഇത് ഇൻസർട്ട് ചെയ്യുകയാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ലോട്ടിലേക്ക് വീഴും. അധികം ബലമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് പവർ സോഴ്സ് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കണം. ഈ ഹബിലേക്ക് 12 വോൾട്ടിൻ്റെ എക്സ്റ്റേണൽ പവർ സോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് റീഡിങ് നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് സ്പിന്ന് ചെയ്യുന്നതിൻ്റെ ഒരു വൈബ്രേഷൻ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഡെസ്ക്ടോപ്പിലേക്ക് ഇത് വന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈവ് റീഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനകത്ത് ഡിസ്കിൻ്റെ പ്രോപ്പർട്ടികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Cയും Dയും ഇതിനകത്ത് എൻ്റെ PC-യിൽ ഇൻസർട്ട് ചെയ്തിരുന്നതും അതുപോലെ തന്നെ Eയും Fഉം കാണിക്കുന്നതാണ് പഴയ ഡ്രൈവ്. അപ്പോൾ അതിനകത്ത് ഞാൻ പഴയ ഡ്രൈവിൽ നിന്ന് എൻ്റെ വിൻഡോസൊക്കെ ഇൻസർട്ട് ചെയ്തിരുന്നതിൻ്റെ ഡീറ്റെയിൽ ആദ്യത്തെ ഡ്രൈവിൽ കാണാൻ ഞാൻ അതിൽ നിന്ന് എൻ്റെ ഫയലുകൾ ഞാൻ കോപ്പി ചെയ്ത് മാറ്റാനായിട്ടാണ് ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് വെറുതെ ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹബ്ബ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ തനിയെ കോപ്പി ചെയ്ത് മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് എവിടെ കിട്ടുമെന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ പൈബോക്സിൻ്റെ തന്നെ ഓൺലൈൻ സൈറ്റിൽ നിങ്ങൾക്കിത് നേരിട്ട് പർച്ചേസ് ചെയ്യാം. അതല്ലെങ്കിൽ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലെല്ലാം തന്നെ ഈ ഹബ്ബ് അവൈലബിൾ ആണ്. 1990 രൂപയാണ് ഇപ്പോൾ ഈ ഹബിൻ്റെ വില ടാക്സ് സഹിതം വരുന്നത്. ഇത് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇൻറ്റേർണൽ ഡിസ്ക്, അത് SSD ആയിക്കോട്ടെ HDD ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് പോലെ ഉപയോഗിക്കാനായിട്ട് കഴിയും. പഴയ ടൈപ്പ് HDD നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം കെയർ ആയിട്ട് ഉപയോഗിക്കണം. കെയർലെസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡ്രൈവ് ഫോൾട്ടായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പവർ സോഴ്സ് ഒരു കാരണവശാലും ഇടയ്ക്ക് ഓഫ് ആയി പോകാതെ നിങ്ങൾ കഴിയുന്നതും പവർ സോഴ്സ് പോകാത്ത രീതിയിൽ വേണം കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഫയലുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഈ ഹബ്ബ് വളരെയധികം പ്രയോജനപ്രദമാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണും വരെ ബൈ.